നടക്കുന്ന വിവാഹങ്ങൾ ഓരോ സംസ്ഥാനത്തിന്റെയും അളവ് പറയുന്നു. 53% 18 താഴെയാണെന്ന് കൃത്യമായ കണക്ക് രേഖപ്പെടുത്തുന്നത് ജസ്റ്റിസ് AR ലക്ഷ്മണന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ വളരെ പ്രധാനമായി മറ്റൊരു കാര്യവും പറഞ്ഞു. ഈ 60% വരുന്ന നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിന്റെ പ്രചോദനം കൊണ്ടല്ല, സത്യത്തിൽ നടക്കുന്നത് മനുസ്മൃതിയുടെ പ്രചോദനമാണ്. മനുസ്മൃതിയുടെ പ്രചോദനമാണെന്ന് പറയുന്നിടത്ത് വ്യക്തമായി പറയുന്നു, ഒരു കന്യകയെ വിവാഹം ചെയ്യേണ്ട പ്രായത്തിൽ വിവാഹം ചെയ്യാതിരുന്ന ആ കുട്ടിയുടെ പ്യൂബർട്ടി പീരീഡെത്തിയതിനു ശേഷം, അവൾ ഋതുമതിയായതിനു ശേഷം അവളെ വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിതാവും അതുപോലെ തന്നെ സഹോദരനും സ്വർഗത്തിലേക്ക് പോകില്ല, നരകത്തിലേക്ക് പോകും, അവർക്ക് മോക്ഷം ലഭ്യമാകും. സ്മൃതിയുടെ മനുവിന്റെ ഇത്തരത്തിലുള്ള വാക്കുകളെ ആഹ്വാനങ്ങളെ അത് പ്രചോദനമായി കണ്ട ഇന്ത്യയിലെ ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെ ഹിന്ദു സഹോദരന്മാരാണ് 18 താഴെ ഇത്തരം വിവാഹങ്ങൾ നടത്തുന്നത് എന്ന് പറയുകയാണ് ഈ ലോ കമ്മീഷന്റെ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കമ്മീഷൻ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: 18 ഒരു ബാരിക്കേഡാക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ചുള്ള 2009 ഡൽഹി ഹൈക്കോടതിയിലെ വിധി വന്നു. ഡൽഹി ഹൈക്കോടതിയിൽ പിന്നെ ബീഗം താഹിറ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഡൽഹി എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉമ്മ തന്റെ മകൾ 15-ാം വയസ്സിൽ വിവാഹിതയാവുകയും അവളും അവളുടെ ഭർത്താവും ഈ ഭർതൃഗ്രഹത്തിൽ താമസിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുക്കുന്നുണ്ട്. ആ റിട്ടിൽ തന്റെ മകൾ 1.5 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ അവൾ പ്രായപൂർത്തിയാകാത്ത വിവാഹമാണ് നടത്തപ്പെട്ടുള്ളത് എന്നതുകൊണ്ട് എന്റെ മകളെ തിരിച്ചു കിട്ടണം എന്നായിരുന്നു ആ റിട്ടിൽ പരാമർശം. വളരെ വിശദമായി 2006 ഈ PCMA ചർച്ച ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: എവരി മുഹമ്മദൻ, ഏത് മുഹമ്മദീയനും who has attained puberty, അവർ പ്യൂബർട്ടി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, can enter the marriage, അവർക്ക് വിവാഹത്തിൽ ഏർപ്പെടാൻ സാധ്യമാകുമെന്ന് മാത്രമല്ല, such a marriage would not be void, അതൊരിക്കലും അസാധുവാണെന്ന് പറയാൻ സാധ്യമല്ല എന്ന് പറയുകയായിരുന്നു. ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നാഷണൽ വിമൻസ് കമ്മീഷൻ ഡൽഹി പിന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്നു. സുപ്രീം കോടതി പറയുന്നത് 18 വയസ്സ് എന്നൊരു ബാരിക്കേഡ് കെട്ടി പെൺകുട്ടികളുടെ വിവാഹത്തിന്റെ പ്രായമൂലം നിശ്ചയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും അവകാശപ്പെട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന്റെ നേരെ നോക്കിയിട്ട് ഈ പുരോഹിതന്മാർ പിന്നോട്ട് മാറ്റുന്നു, ഇവർ പിന്നോട്ട് വലിക്കുന്നു, ഇവർ അക്ഷരമറിയാത്തവരാണ് എന്നൊക്കെ പറയുന്നവർ ആലോചിക്കണം. ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ പോലും തീരുമാനം ഇത്തരത്തിലാണെങ്കിൽ ആ ഒരു തീരുമാനത്തിന്റെ അപ്രകാരമുള്ള ഒരു വ്യാഖ്യാനത്തിന്റെ കൂടെ തന്നെയാണ് സത്യത്തിൽ ഞങ്ങൾ ആലോചിച്ചത്. അതിന്റെ ഭാഗമാണ്, എല്ലാത്തിലും ഉണ്ടത്. ഞാൻ ചുരുക്കുകയാണ്, എന്നാലും പറയാം. IPC സെക്ഷൻ 494 പ്രകാരം ബിഗമി എന്ന് പറയുന്നത് വലിയൊരു കുറ്റകൃത്യമാണ്. അതായത് അയാൾ ബഹുഭാര്യ, അതായത് കുറെ ഭാര്യമാരെ വിവാഹം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഭാര്യ തന്നെ, ഒരു പെണ്ണ് തന്നെ കുറെ ഭർത്താക്കന്മാരെ വിവാഹം ചെയ്യുകയോ ചെയ്താൽ അത് പ്രകാരം 7 വർഷം വരെ തടവ്. കേരളത്തിൽ ഈ മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചപ്പോ ഒപ്പം നിൽക്കാമെന്ന് തീരുമാനിക്കുകയും അതിന് കത്തുകൊടുക്കുകയും ചെയ്ത ചില സഹോദരന്മാരുണ്ടല്ലോ, ആ സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അതിനുശേഷം ആ കത്തിനെതിരായി പിന്നീട് മറുകത്തെഴുതുകയും മാധ്യമങ്ങൾക്ക് ഞങ്ങളതിൽ പങ്കാളികളല്ല, ഈ വിഷയത്തിൽ 18 തന്നെയാണ് ഇന്ത്യയുടെ പാർലമെന്റ് ചെയ്ത ആക്ട്, അതുകൊണ്ട് അത് നിലനിൽക്കണമെന്ന് പറഞ്ഞ ചില സഹോദരന്മാരോട് പറയാനുള്ളത് ഒറ്റക്കാര്യം മാത്രം: ഈ സെക്ഷൻ ബിഗമി 7 വർഷത്തെ ശിക്ഷ അനുഭവിക്കാവുന്ന ശിക്ഷ കൊടുക്കുമ്പോ അതിൽ പ്രത്യേകമായി IPC പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്: മുസ്ലിങ്ങൾക്ക് പ്രകാരം 2, 3, 4 വിവാഹം ചെയ്താൽ അവർ ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാവുന്നതല്ല. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ആ സഹോദരന്മാരോട്, അവരാരാണെന്ന് ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല, ആ സഹോദരന്മാരുടെ ഒരാൾ, മുഷാവറ മെമ്പർ, പ്രഗത്ഭനായ ഒരാൾ, അദ്ദേഹം ഒരു വലിയ മസ്ജിദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വിഹിതാവിഹിതങ്ങളുടെ പേരിൽ പിന്നെ പിടിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കാൻ നേരത്ത് 2ാമത്തെ വിവാഹം എന്ന ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ശിക്ഷിക്കപ്പെടാതിരുന്നതിന് കാരണം മുസ്ലിം പേഴ്സണൽ ലോ ഇവിടെ നിലനിന്നതാണെന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ അപ്രമാദിതമായ നിയമത്തെ
നിലനിർത്തുന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൽ ആര് തടസ്സം നിന്നാലും മുന്നോട്ടു പോകാൻ, കൃത്യമായി അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ടു പോകാൻ സമസ്തക്ക് കഴിയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വിഷയം ജനങ്ങളിലെത്തിക്കാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം സൂചിപ്പിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ ഇനി വരാനുണ്ട്, ഒട്ടേറെ വിഷയങ്ങൾ ഇനി പറയാനുണ്ട് എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് തങ്ങൾ ജമലുല്ലൈലി നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين أما بعد. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا الكريم. വേദിയിലെ അഭിനന്ദരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സംഘടനയുടെ നേതാക്കന്മാർ, ഇവിടെ തടിച്ചുകൂടിയ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ മഹിതമായ ആദർശ നിലനിൽപ്പിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് വഴി കാണിച്ചു തന്ന രീതിയിൽ ഇന്നും ശക്തമായി മുന്നോട്ടുള്ള പ്രയാണത്തിലാണെന്നാണ് ഈ കാണുന്ന സദസ്സ് നമ്മെ അറിയിക്കുന്നത്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളും പ്രതിക്കും നമുക്ക് ധാരാളം ത്യാഗങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. സുന്നത്ത് ജമാഅത്തിനെതിരെ ഒരു ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ അവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിലപ്പുറം മഹത്തായ ശരീഅത്തിനെതിരെ പലരും വാളേന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അടങ്ങിയിരിക്കാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. മഹത്തായ ദീന്റെ ഇന്ന് സമസ്തയിലാണ്. അത് പൊതുജനം അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. പറഞ്ഞ മഹാനവറുകൾ, നമ്മുടെ പൂർവികരായ സദാത്യങ്ങൾ, പണ്ഡിതന്മാർ അവരിലേക്ക് ഏൽപ്പിച്ച ദൗത്യം ഇന്ന് ശക്തമായിക്കൊണ്ട് തന്നെ സംസ്ഥയുടെ ഉന്നതരായ നേതാക്കന്മാർ, ഉന്നതരായ കോഴിക്കോട് ഉസ്താദിന്റെയും ശശേരി ഉസ്താദിന്റെയും ഒക്കെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഈ കാണുന്ന ഈ തട്ടുകൂടിയ ജനം അറിയിച്ചു. അതുകൊണ്ട് തന്നെ മഹത്തായ ശരീഅത്തിനെതിരെ ആരും കൈയുയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാൻ ഒരു പണ്ഡിത സഭയുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്ത എടുത്തിട്ടുള്ള തീരുമാനം അതുതന്നെയാണ് ഈ അടുത്ത കാലത്തുണ്ടായ വിവാഹപ്രായം സംബന്ധിച്ചുള്ള കാര്യത്തിലും സമസ്ത കൈകൊണ്ടിട്ടുള്ളത്. വിവാഹത്തിന്റെ പ്രായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകമായ ഒരു സമയപരിധിയൊന്നും മഹത്തായ ദീനിൽ നിഷ്കർഷിക്കുന്നില്ല. എന്നിരുന്നാലും സ്വാഭാവികമായി നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് നിലനിന്ന് വരുന്ന രീതിയിൽ അനുയോജ്യമായ വരനെ കണ്ടെത്തിയാൽ
രക്ഷിതാക്കൾക്ക് ആ കുട്ടിയെ കെട്ടിച്ചയക്കേണ്ട ബാധ്യതയുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ നാടുകളിൽ അനാശാസമായ പ്രവർത്തനങ്ങൾ കാരണമാകുന്നതും ഹേതുവായിക്കൊണ്ടിരിക്കുന്നതും പലപ്പോഴും അവരെ അതിന് വഴിയൊരുക്കുന്നതും അവരെ അനുയോജ്യമായ വരനെ കണ്ടെത്തിച്ച് വാങ്ങൊഴിച്ചു കൊടുക്കുന്നതിനുള്ള അപാകതയായിക്കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സംസ്ഥയുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ അവർ കൂടിയാലോചിച്ചു മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നം എന്നുള്ള നിലക്ക് അത് സംബന്ധമായിട്ടൊരു തീരുമാനമുണ്ടെങ്കിൽ അത് പൊതുജനത്തിന്റെ, പൊതുസമൂഹത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ അഭിപ്രായമല്ല.